ലോക പരിസ്ഥിതി ദിനത്തിൽ കൊഴിഞ്ഞാമ്പാറ നാട്ടുകൽ സർക്കാർ കോളേജിലെ NSS യൂണിറ്റും എട്ടാമറിവ് ദുരന്ത നിവാരണ സംഘടനയും ചേർന്ന് കരിമ്പന തൈകൾ നട്ടു. കോളേജിലും കൊഴിഞ്ഞാമ്പാറ ഗ്രാമപഞ്ചായത്തിലെ പെരുമ്പാറച്ചള്ള വലിയ ഏരി, സാമ്പാനേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും 300-ൽ കൂടുതൽ കരിമ്പന തൈകൾ നട്ടു. 100 പനവിത്തുകൾ വിതച്ചാൽ അതിൽ 5% മാത്രമാണ് മുളച്ചുവരുന്നത്. അതുകൊണ്ട് വലിയ തോതിൽ കരിമ്പന നഴ്സറി രൂപീകരിക്കണമെന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ 1.5 വർഷമായി ഗ്രോ ബാഗുകളിൽ പനവിത്തുകൾ വളർത്തിവരികയാണ്. കരിമ്പന വിത്ത് നടിയിൽ ചടങ്ങ് കോളേജ് പ്രിൻസിപ്പൽ ടി കവിത ഉദ്ഘാടനം ചെയ്തു. நமக்கு எத்தகைய விழிப்புணர்வு இருக்கு அப்படின்னு நம்ம கொஞ்சம் சிந்திச்சு பார்த்தோம் அப்படின்னா நம்முடைய முன்னோர்களுக்கெல்லாம் யாரும் இப்படி வகுப்படுத்த வேண்டிய தேவை இருந்ததில்லை. எடுத்து பேச வேண்டிய ஒரு விஷயமாக அவங்க அதை பார்க்கல. தம்முடைய வாழ்க்கையிலேயே என்ன பண்ணிட்டாங்க அப்படின்னா இந்த இயற்கையை பாதுகாக்கக்கூடிய உணர்வுகளோடு வாழ்ந்தாங்க. இயற்கையை தெய்வமா பார்த்தாங்க, வழிபட்டாங்க. நமக்கு அதுக்கு எங்கிருந்து டீச்சர் நீங்கள் எவிடன்ஸ் தருவீங்க அப்படின்னு நீங்கள் கேட்டீங்க அப்படின்னா, சிலப்பதிகாரத்தை எடுத்துட்டீங்க அப்படின்னா, சிலப்பதி எந்த ஒரு லிட்ரேச்சர் இலக்கியம் தொடங்குறதா இருந்தாலும் ஒரு கடவுள் வழிபாட்டோட, தெய்வ வழிபாட்டோடு தொடங்குவாங்க. நீங்கள் சிலப்பதிகாரத்தை எடுங்க, அதில் தொடக்கம் என்பது இயற்கை வழிபாட்டோட, நேச்சரை வழிபடக்கூடிய ஒரு சூழ்நிலையில தான் அந்த காப்பியம் தொடங்கும். എട്ടാമറിവ് ദുരന്ത നിവാരണ സംഘടന ജനറൽ സെക്രട്ടറി കെ ശരവണകുമാർ അധ്യക്ഷനായി. കൊഴിഞ്ഞാമ്പാറ സർക്കാർ കോളേജ് NSS പ്രോഗ്രാം ഓഫീസർ നിഷ ലക്ഷ്മി, കേരള കാർഷിക സർവകലാശാല പ്രൊഫസർ ഡോക്ടർ ഇളങ്കോവൻ എന്നിവർ മുഖ്യാതിഥികളായി. മോഹനൻ, ഷൺമുഖരാജ്, പഴനിസ്വാമി, രാജ എന്നിവർ സംസാരിച്ചു. മണ്ണിലെ ഭൂഗർഭജലവൽക്കരണത്തിന്റെ സന്തുലിതാവസ്ഥ തിരികെ കൊണ്ടുവരാനുള്ള ദീർഘകാല പ്രവർത്തനമായാണ് മിഷൻ കരിമ്പന പദ്ധതി മുന്നോട്ടു പോകുന്നത്. അതുകൊണ്ട് ലക്ഷക്കണക്കിന് പനമരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന പ്രസ്ഥാനമായിട്ടാണ് ഈ മിഷൻ കരിമ്പന പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പനവിത്തുകളിൽ നിന്ന് കരിമ്പന തൈകൾ ഉണ്ടാക്കി എല്ലാവർക്കും വിതരണം ചെയ്യുന്നു. വർഷം മുഴുവൻ കരിമ്പന തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു തുടർച്ചയായ ശ്രമം കൂടിയാണിത്. UTV ന്യൂസ്, പാലക്കാട്.